എടാ നീ വിട്ടോ, നീ തിരിച്ചു പോകുന്നോ? നാളെ. ഓക്കെ, ശരി. ശരിയാണോ? അമ്മച്ചേ, 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 ജിൻസി, എവിടെ പോയി കാണും? ഹലോ, ട്രാഫിക്കൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ല. കേറി വാ. എന്നതാ ചോദിച്ചായ? നീ ഇരിക്കേ. നീ ഇരിക്കട കുഞ്ഞോനെ. നിനക്ക് മനസ്സിലായില്ലേ ലൂയിപ്പാപ്പനെ മോളിയാൻ്റെയും കട്ടപ്പനയുള്ള? ഇച്ചായ എന്നതാ പ്രശ്നം എന്ന് പറ. നീ ഇരിക്കേ. അമ്മച്ചിയും ജെൻസി മോളും എവിടെ? നീ എന്നതാടാ പന്ന കണ്ട പെരിച്ചാഴിയെ കൂട്ടി നിൽക്കുന്നേ? നീ ഇരിയുടെ കുഞ്ഞോനെ. നീ ഇന്ന് വരുമെന്ന് സാറാമ്മച്ചി പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയത്. കുട്ടമ്പുഴയിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? മോളിയുടെ ഒരു ആങ്ങൾ അവിടെ ഇല്ലേടി? ഇച്ചായ അവളെ വിളിക്കട്ടെ. വിളിച്ചോ. ഇനി പോരെ, ആളെത്തിയിട്ടുണ്ട്. മതി മതി നിന്റെ ആക്ടിങ്. അവന് ചായ വിട. വാ. ചായ ചായ എടുക്കടാ. കുഞ്ഞാനെ, നിനക്ക് കാര്യം എന്നാന്ന് പിടി കിട്ടിയോ? ആരും ചിരിക്കല്ലേ, എന്റെ ചായനിപ്പോ നാണം കൊണ്ടങ്ങ് ഇല്ലാണ്ടാവും. വെച്ചിട്ട് പോടി എല്ലാരും കൂടെ എന്റെ കുഞ്ഞിനെ കളിയാക്കാതെ. ഞങ്ങളെ നിങ്ങളെ രണ്ടിനെയും പിടിച്ചങ്ങ് കെട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതങ്ങനെ നടക്കട്ടാ, നമ്മുടെ അപ്പന്മാർ ആഗ്രഹിച്ചതല്ലേ. പിന്നെ നീ എന്നാത്തിനാടാ ഇവിടെ അമേരിക്കക്കാരനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയേ? എന്നെ പൊന്നമ്മച്ചി, അതങ്ങ് അങ്ങനെ ഒരു ആലോചന വന്നപ്പോ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതെങ്ങാനും നടന്നിരുന്നെങ്കിൽ നിന്നെ കൊന്നേനെ ഞാൻ. എനിക്ക് എന്റെ കുഞ്ഞോനെ മതി. അല്ലെങ്കിൽ അമേരിക്കക്കാരെന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഇതുമില്ല. അതൊക്കെ പണ്ടായിരുന്നു. മനസ്സിന്റെ ചേർച്ചയല്ലേ വലുത്, ഇല്ലേ ചായ? ചിരിക്കണ്ട. എന്നാ പിന്നെ ആഹാരം കഴിച്ചാലോ? കുഞ്ഞോൻ വരുന്ന വഴിയല്ലേ, വിശക്കുണ്ടാവും. അയ്യോ, അത് പറഞ്ഞ എങ്ങനെയാ? ചെറുക്കനും പെണ്ണിനും പിന്നെ പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കണ്ടായോ? വാ ജോസേട്ടാ, വാന്നേ. നീ എങ്ങോട്ടാ വിളിച്ചോണ്ട് പോന്നെ? കൈ വിട്, കാര്യം പറ. നീ കൈ വിട്. നീ എന്നായി കാണിക്കുന്നേ? എന്റെ പൊന്നു നൻസി, എന്നാ ബോറ് പരിപാടി നീ കാണിച്ചേ? എന്റെ തൊലി അങ്ങ് ഒരിഞ്ഞു പോയി. ആ സാരമില്ല, ആ തൊലി നമുക്കങ്ങ് വെച്ചുപിടിപ്പിച്ചേക്കാം. ഇതൊക്കെ സാർ അങ്ങ് സഹിച്ചാ മതി. കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇതൊക്കെ. നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് പറയാറുന്നില്ല നാൻസി? ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത്രയ്ക്ക് പോരായോ? പിന്നല്ലാണ്ട്
ഞാനൊന്ന് ചമ്മി നാണം കിട്ടും. എന്നാലേ ആ ഒരു ചമ്മല് മാറ്റാൻ ഞാനൊരു ഊട്ടം തന്നാലോ? എന്നതാ? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജൂൺ 29. മാഷേ, സാറേ ഗുഡ് ഗുഡ് മോർണിംഗ്. ഇന്ന് നേരത്തെ ആണല്ലോ. ആ എന്തൊരവസ്ഥയാണ് ഓരോന്ന് കാണുമ്പോൾ. സാറിന്റെ മുട്ട എടുത്തായിരുന്നു. ഏ? അതല്ല, എന്റെ പുഴുങ്ങിയ താറാമുട്ട അവിടെ കാണാനില്ല. സാറിന് അറിയാലോ, എനിക്ക് വ്യായാമം കഴിഞ്ഞാൽ താറാമുട്ട നിർബന്ധമൊന്നും. പിന്നെ എനിക്ക് അതാണല്ലോ പണി. അപ്പൊ അവനായിരിക്കുള്ളൂ ബാലകൃഷ്ണ. ആ ജോസാർ എത്തിയ എന്തുണ്ട് വീട്ടിലെ വിശേഷങ്ങള്? അതെ എന്നാ മുട്ട കൊള്ളൻ വരട്ടെ. ഇവനായിരിക്കുള്ളത് എടുത്തേക്കണത്. എവിടെയായിരുന്നല്ലോ എത്രയും നേരം? കുളിക്കാനെന്ന് പറഞ്ഞു പോയിട്ട്. പോയി ചായ എടുത്തോണ്ട് വന്നേ. അതെ, ആദ്യം നിന്റെ ഡ്രസ് ഒന്ന് മാറ്റി. മിസ്റ്റർമാരെ ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ പൊന്നു ബാലകൃഷ്ണൻ ഏട്ടാ, ആദ്യം ഡ്രസ്സ് മാറും, എന്നിട്ട് ചായ ഇട്ടാ മതി. ആ ഇതാണ് അന്തസ്. കണ്ടു പഠിക്ക്. 2 എണ്ണം മാഷന്മാര്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ മുട്ട കൊള്ള. സാറ് ന്യൂസ് കണ്ടായിരുന്നോ? പഞ്ചായത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. അറിഞ്ഞു. ആ പറഞ്ഞ പോലെ ജോസാറിന് കന്നി ഇലക്ഷൻ ആണല്ലോ. എന്റെ സാറേ, ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു മെനക്കെട്ട പണിയാട്ടോ. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവില്ലേ? അതൊന്നും പറയാൻ ഒക്കൂല. വെട്ടവും വിളിച്ചുള്ള സെന്റർ കിട്ടാൻ പ്രാർത്ഥിച്ചു. ആകെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു മെഴുകുതിരി വരും. രാത്രി വെട്ടം കാണാനും പിറ്റേന്ന് ഇലക്ഷൻ സാധനങ്ങൾ സീല് വെക്കാനും. കിട്ടുന്ന സെന്റർ വല്ല മലമുക്കിലാണെങ്കിൽ നമ്മൾ തെണ്ടി പോകത്തേ ഉള്ളൂ. ആരെങ്കിലും പറഞ്ഞോ അധ്യാപകരാവാൻ? എനിക്ക് ഇതൊക്കെ വെറും പുല്ല. വിനോദ് സാറേ, അത്രയ്ക്ക് പ്രശ്നമാണോ ഇലക്ഷൻ ഡ്യൂട്ടി? ആണോന്ന് നമ്മളെ ജയിലിലടച്ചതിന് തുല്യോണ് മാഷേ. അതെ, ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ചാർജ് ഏറ്റെടുത്ത് നമ്മൾ ആ സെന്ററിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പെറ്റ തള്ളയത്തു എന്ന് പറഞ്ഞാലും ഇലക്ഷൻ കഴിയാതെ നമ്മളെ പുറത്തേക്ക് വിടില്ല. വല്ല പ്രശ്നബാധിത ബൂത്തിലെങ്ങാനുമാണ് ഡ്യൂട്ടി കിട്ടുന്നതെങ്കിലേ എന്റെ പൊന്ന് സാറേ, ശ്വാസം വിടാൻ പോലും സമയം കിട്ടില്ല. എടാ ജോൺസേ, നീ പറഞ്ഞൊന്നല്ല എൻ്റെ വില. ഒരു കാര്യം ചെയ്യും, ആ പാർട്ടി വിട്ടേക്ക്. എന്നിട്ട് നീ ആ ഷൗട്ടിനെ വിളി. ആ വെച്ചോ. ബേബിച്ചിനി പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ബേബിച്ചന്റെ പിടിപാട് വെച്ച് ബേബിച്ചൻ വല്ല MP യോ MLA ഒക്കെ ആവേണ്ട ആളാ. ഒന്നും കാണാതെ അച്ചായനെ കളിക്കിറങ്ങുന്നു തോന്നുന്നുണ്ടോ? മതി, ഈ ടോപ്പിക്ക് ഇവിടെ നിർത്താം. ഇലക്ഷനിൽ ബേബിച്ചിനെ ജയിപ്പിക്കുക എന്നുള്ളതാ നമ്മുടെ ലക്ഷ്യം. ആ പുലിപ്പാറ കോളനിക്കാരൊന്നും മറിഞ്ഞ പിന്നൊന്നും നോക്കാനില്ല. പക്ഷെ അതിന് ജോണി കൊടുത്തേക്ക്. പറഞ്ഞോണ്ടോ? അതെ, കാശിന്റെ കാര്യത്തിൽ ഒരു പിഷ്കം വേണ്ട, പക്ഷെ ജയിച്ചിരിക്കണം. ഏറ്റു. അപ്പൊ ശരി. ആ ശരി ചാ. നമസ്കാരം. ആ മാതാ, ഞാനൊക്കെ എന്നാ വളർത്താനോട് യൂണിഫോം ഇട്ട് നടക്കുന്നേ. ജോസഫ് നമ്മൾക്ക് എന്നാ മൊഴിയാ ഉണ്ടായി കൊടുത്തത് തനിക്കറിഞ്ഞൂടെ? ബേബിച്ച് നിരൂപിക്കുന്ന പോലെയുള്ള ആളല്ല CI. ചവിട്ടി തല പറിക്കുന്ന ഏനോ. പഴയ പോലെ അല്ല കാര്യങ്ങള്. ബേബിച്ച എന്നെ പെടുത്തല്ലേ. റിട്ടയർഡ് ആവാൻ ഇനി അധികം നാളില്ല. അന്ന് ഫ്രെഡിയെ ജോസ് കണ്ടു എന്നുള്ളത് ഉറപ്പാണോ? അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. CI മേഡം വല്ലാത്തൊരു കോൺഫിഡൻസിലാ. ജോസ് പേ സ്കൂളിലാ. സ്വാതന്ത്ര്യ സമരം ഇന്ത്യ ഒട്ടാകെ തീ പോലെ പടർന്നു പിടിച്ചൊരു കാലഘട്ടമായിരുന്നു അത്. അന്ന് ഗാന്ധിജിയുടെ സാറിനൊരു വിസിറ്റർ ഉണ്ട്. എനിക്കോ? ആരാ അത്? ഇതിനുമുമ്പ് എങ്കിലും കണ്ടുപരിച്ചില്ല സാറേ. മാഷ് ഫ്രീ ആണെങ്കിൽ ഒന്ന് നോക്കൂ. ഓ തീർച്ചയായിട്ടും. ശരി. എന്താണ് എടുത്തോണ്ടിരുന്നത് സാറ്? ഹിസ്റ്ററി. ചരിത്രം അല്ലേ? ആ കൊള്ളാലോ. ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? അതെ സർ. അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹിംസാ മാർഗത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി പോരാടി. ഒടുവിൽ ഗാന്ധിജിയെ തേടി ബ്രിട്ടീഷുകാരെത്തി. അതൊരു സന്ധി സംഭാഷണത്തിനായിരുന്നു. ആനന്ദം പെടണ്ട.
ഞാനൊന്ന് എസ്റ്റേറ്റ് വഴി പോയപ്പോഴേ തനിക്ക് ഇവിടെ ജോലി തുറക്കും. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രാഞ്ചിയുടെ കേസിൽ നിന്നെ ചോദ്യം ചെയ്തു പറഞ്ഞു. അവൻ വല്ല കള്ളോ കഞ്ചാവോ വലിച്ചു കയറ്റി കാലേറ്റ് വീണതായിരിക്കും. ചുമ്മാ അതും പറഞ്ഞ് നാട്ടുകാർ ചുറ്റിക്കാൻ ഒരു ചെയ്യും അല്ലേ? ജോസിന് കല്യാണമൊക്കെ ആയി പറഞ്ഞു. ഞാൻ ഇവിടെ കണ്ടിരുന്നു. അത് നന്നായി. ജോസിനിപ്പം നല്ല സമയം. ആശിച്ച ജോലിയായി, കല്യാണമായി. പിന്നെ അമ്മച്ചി പെങ്ങളൊക്കെ തൻ്റെ ചുമലില്ല, അത് മറക്കണ്ട. ഇനി അങ്ങോട്ട് നാട്ടുകാര്യങ്ങളും ഓരോരോ വയ്യാവേലികളൊക്കെ കളഞ്ഞ് ഉഷാറായി ജീവിക്കാൻ നോക്ക്. പിന്നെ ഫ്രണ്ടിക്ക് ആൻസിയോറുടെ പ്രാന്ത് ജോസിന് അറിയാലോ. ചങ്ങലക്കിട്ട പോലെയാണ് ഞാനവനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ജോസിന് ഫ്രണ്ടിയെ കൊണ്ടൊരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ജോസേ, കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ വിളിക്കരുത്. എനിക്ക് ജോസിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞാനാ സ്ഥാനാർത്ഥി. വേണമെന്ന് വെച്ചിട്ടൊന്നുമില്ല, എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ചുമ്മാ അങ്ങ് നിന്ന് കൊടുത്തു. അറിയാലോ, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും റവന്യൂ മിനിസ്റ്ററും ഒക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. അതെ ജോസേ, വല്ലതും കണ്ടു എന്നോ കേട്ടു എന്നോ വിചാരിച്ച് അതിന് പുറകെ ഓട്ടം വേണ്ട. വെറുതെ വയ്യ വരിയാവും. അപ്പോൾ ശരി, കാണാം. ആ ജോണി വണ്ടി